എന്തൊരു വെയിലാ! ഇനി ഒരു ചുവട് പോലും നടക്കാൻ വയ്യ. വിശന്നിട്ടാണെങ്കിൽ കുടലു കരിയുന്നുമുണ്ട്. ഇന്നേക്ക് എന്തേലും തിന്നിട്ട് 6 ദിവസമായി. ഇല്ല, ഇനി ഒരടി നടന്നാൽ ഞാൻ വീണു പോകും, തീർച്ച. അല്ലാ, നല്ല പരിചയമുള്ള വണ്ടി പോലുണ്ടല്ലോ. അതെ, അത് മൂത്താപ്പാൻ്റെ വണ്ടി തന്നെയാണ്. എവിടെയാ ഒന്ന് മാറി നിൽക്കുന്നത്? അല്ലാ, ആ മതിലിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കാം. ഹാവൂ, പോയിന്ന് തോന്നുന്നു. ഒരു പക്ഷെ എന്നെ അന്വേഷിച്ച് വന്നതായിരിക്കുമോ? അല്ലാതെ ബാംഗ്ലൂരിൽ വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല, ആരുടെ മുന്നിലേക്ക് ഞാൻ പോവില്ല. വീട്ടുകാർക്കും എന്തിന്, ആ നാട്ടുകാർക്ക് വരെ ചീത്തപ്പേരുണ്ടാക്കിയിട്ടല്ലേ ഞാൻ പോന്നത്. കുറേ ചെന്നായ്ക്കൾ കടിച്ചു കീറിയ ഈ ശരീരവും മരവിച്ച മനസ്സുമായി ഇനി ആ തറവാടിൻ്റെ പടി ചവിട്ടാൻ എനിക്ക് അർഹതയില്ല. ഇങ്ങനെ അവസാനിക്കട്ടെ ഈ നജിമ എന്ന അധ്യായം. നിങ്ങൾ അറിയണം ഞാൻ ആരാണെന്ന്, എങ്ങനെ ഇവിടെ എത്തിയെന്ന്. ഞാൻ നജ്മ മുഹമ്മദ്, പേരുകേട്ട കാരക്കൽ തറവാട്ടിലെ ഏക പെൺതരി. മക്കൾക്കെല്ലാം ആൺകുട്ടികൾ മാത്രം പിറന്നപ്പോൾ നേർച്ചയുടെയും സ്വതക്കയും ഫലമായി 5 ആങ്ങളമാർക്ക് ഒറ്റ പെങ്ങളായി പിറന്നവൾ. താഴത്തും തലയിലും വെക്കാതെയാണ് എന്നെ അവർ വളർത്തിയത്. സത്യത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന കുടുംബം. +2 കഴിഞ്ഞ് കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വേണ്ട, എനിക്ക് പഠിക്കണം, അത് കഴിഞ്ഞ് മതി കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ഒരു എതിർപ്പുമില്ലാതെ അവരത് സമ്മതിച്ചു. ആയിടക്കാണ് എൻ്റെ മൂത്താപ്പാക്ക് വീട് പണി തുടങ്ങിയത്. ഞാനപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ. പണിക്കാർക്ക് വെള്ളമോ ചായയോ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ചായ കൊടുക്കാൻ പോയ ഒരു ദിവസമാണ് എന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ ഞാൻ ശ്രദ്ധിക്കുന്നത്. അന്നു മുതൽ അവൻ്റെ ചിരിയും സംസാരവും ഞാൻ ഇഷ്ടപ്പെടുകയായിരുന്നു. ഇപ്പോൾ മൂത്തുമ്മ പറയാതെ തന്നെ ഞാൻ ചായയൊക്കെ കൊണ്ടു കൊടുക്കും. സുനിൽ, അതാണ് അവൻ്റെ പേര്. അങ്ങനെ എനിക്ക് ഒരു ദിവസം അവൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അവിടെ തുടങ്ങുകയായിരുന്നു ഞങ്ങളുടെ പ്രണയം. അവൻ്റെ തലോടലുകളും പ്രണയ ചുംബനങ്ങളും ശരിക്കും ഞാൻ ആസ്വദിക്കുകയായിരുന്നു. അതുപോലെ ഒരു ദിവസം ചായയുമായി പോയ ഞാൻ അവനുമായി സംസാരിച്ച് അവൻ്റെ ചുംബനത്തിൽ ലയിച്ചു മതിമറന്ന് അവനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. ചായ കൊടുക്കാൻ പോയ എന്നെ കാണാതെ തിരക്കി വന്ന മൂത്തുമ്മ ഈ രംഗമാണ് കണ്ടത്. നജോ! മുത്തുമ്മാൻ്റെ വിളി കേട്ടാണ് എനിക്ക് സ്ഥലകാല ബോധം വന്നത്. ഞാൻ അപ്പോൾ തന്നെ മുത്തുമ്മാൻ്റെ പിറകെ പോയി. കാര്യങ്ങളെല്ലാം മുത്തുമ്മ എല്ലാവരോടും പറഞ്ഞിരുന്നു. പിറ്റേന്ന് മുതൽ അവൻ പണിക്ക് വരാണ്ടിരുന്നപ്പോഴേ അതെനിക്ക് മനസ്സിലായി. പക്ഷേ ആരും എന്നോടൊന്നും ചോദിച്ചില്ല. അവർ തകൃതിയായി എനിക്ക് കല്യാണം നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരാൾ വന്നു, കണ്ടു, എന്നെ ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ടും എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ എത്രയും പെട്ടെന്ന് കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. എല്ലാം ഞാൻ അവനെ അറിയിച്ചു കൊണ്ടിരുന്നു. ഞാൻ വിളിച്ചാൽ നീ എൻ്റെ കൂടെ വരുമോ എന്ന അവൻ്റെ ചോദ്യത്തിന് 100 വട്ടം എന്ന് ഞാൻ ആവേശത്തിൽ പറഞ്ഞു. എപ്പോഴാ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നിന്റെ മൈലാഞ്ചി രാവിൽ പോകാം, അതുവരെ ആർക്കും ഒരു സംശയം ഉണ്ടാക്കരുത് എന്നവൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിലും ഞാൻ നല്ല സന്തോഷത്തിൽ തകർത്ത് അഭിനയിച്ചു. എനിക്ക് വേണ്ടി മത്സരിച്ച് ഡ്രസ്സും സ്വർണവും വാങ്ങുന്ന ആങ്ങളമാരെ ഞാൻ വിദഗ്ധമായി പറ്റിച്ചുകൊണ്ടിരുന്നു. ഒരു കണക്കിന് അവരുടെ അമിത സ്നേഹം ഞാൻ മുതലെടുക്കുകയായിരുന്നു. മൈലാഞ്ചി രാവ്, ഏതൊരു പെണ്ണും സ്വപ്നങ്ങൾ നെയ്യുന്ന സന്തോഷരാവ്. ഞാനും സ്വപ്നം കാണുകയായിരുന്നു, സുനിലുമായും ഒത്തൊരു ജീവിതം. 2 കൈയിലും മൈലാഞ്ചി ഇടലും സ്വർണ്ണമണിയിലും ഒപ്പനയും അറബനമുട്ടും കൊണ്ട് ആഘോഷം തിമിർത്തു. തറവാട്ടിലെ ഏക പെൺതരിയുടെ വിവാഹം. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുതെന്ന് എല്ലാവർക്കും നിർബന്ധമുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ആളും ബഹളവും ഒഴിഞ്ഞു. ഞാൻ ഡ്രസ്സെല്ലാം മാറി അവനെ വിളിച്ചു. സ്വർണം മുഴുവനും എടുത്തോ എന്ന് പറഞ്ഞ് അവനോട്, അതെന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ, അവർ നിനക്കത് തന്നതല്ലേ, അതുകൊണ്ട് നിനക്കുള്ളതല്ലേ, എടുത്തോ. അത് പറഞ്ഞപ്പോൾ എല്ലാം ഞാൻ എടുത്തു. എല്ലാം കൂടെ 100 ചില്ലാനും പവനുണ്ടാകും. എല്ലാവരും മത്സരിച്ച് വാങ്ങിയതല്ലേ. ആരും കാണാതെ പതിയെ പുറത്തിറങ്ങി. അവൻ്റെ ബേക്കിലിരുന്ന് പോകുമ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ എന്നെ കാണാതെ നെഞ്ഞത്തടിച്ച് കരയുന്ന ഉമ്മാൻ്റെ മുഖമോർത്തില്ല. തളർന്നു പോകുന്ന ഉപ്പയെ ഓർത്തില്ല. ജീവനായി കരുതുന്ന സഹോദരങ്ങളെ ഓർത്തില്ല. കളങ്കപ്പെട്ടു പോകുന്ന തറവാട്ടു മഹിമയെ ഓർത്തില്ല. എൻ്റെ സന്തോഷം അതായിരുന്നില്ലേ എനിക്ക് വലുത്? അതെ, അത് ഞാൻ നേടിയെന്ന അഹങ്കാരമായിരുന്നു എനിക്കപ്പോൾ. പിന്നെ ബാംഗ്ലൂരിലേക്കായിരുന്നു വന്നത്. അവിടെയായിരുന്നു താമസിച്ചത്. അടിച്ചു പൊളിച്ച് ജീവിച്ചു. കയ്യിലുള്ള സ്വർണമെല്ലാം തീർന്നു. അതോടെ സുനിലിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു തുടങ്ങി. പിന്നെ അവൻ്റെ കൂട്ടുകാർക്കും എന്നെ കാഴ്ചവെക്കണമെന്ന് ആവശ്യപ്പെട്ടു.
ഞാനത് തീർത്തു. അതിനെന്നെ തല്ലി. ബോധം അറിയും വരെ തല്ലി. ബോധം വരുമ്പോൾ 5-6 ആൾക്കാരുടെ ചിരിയും സംസാരവുമാണ് കേൾക്കുന്നത്. ഞാൻ പൂർണ്ണ നഗ്നയാണ്. അവനും അവൻ്റെ ഫ്രണ്ട്സും കുടിച്ച് എന്നെ മതിയാവോളം ആസ്വദിച്ച് ചീട്ട് കളിക്കുകയാണ്. അന്ന് എൻ്റെ ശരീരത്തോടും എന്നോടും തന്നെ എനിക്ക് വെറുപ്പ് തോന്നി. പിന്നെയുള്ള ചിന്ത എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നായിരുന്നു. പിറ്റേന്ന് അവൻ പുറത്തു പോയപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആ അലച്ചിലാണിത്. എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴിയരികിലെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ച് വിശപ്പടക്കി. ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കാമവെറിയോടെ നോക്കുന്ന കണ്ണുകൾ. എന്നെപ്പോലെ ഒരു ഇല്ലാതാവുമ്പോൾ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി തുണിയുരിയുന്നവരാണ് അധിക പേരും. വേശ്യ എന്ന പേര് സ്വയം ചാർത്തുന്നവർ. അതിനെൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കഴിഞ്ഞതെല്ലാം ചിന്തിച്ച് കുറേ നേരമായില്ലേ ഇരിക്കുന്നു. ആ വണ്ടി പോയി. ഒരുപക്ഷെ എനിക്ക് തോന്നിയതായിരിക്കും. പൊറുക്കാൻ കഴിയാത്ത പാപിയല്ലേ ഞാൻ. ആരന്വേഷിക്കാനാ? മെല്ലെ എണീറ്റ് വേച്ച് നടന്നു. അല്ലാ, റോഡിൻ്റെ അപ്പുറത്തൊരു പൈപ്പ് കാണുന്നുണ്ട്. കുറച്ച് വെള്ളം കുടിക്കാം, കുറച്ച് ആശ്വാസമാകും. അപ്പുറത്തേക്ക് കടക്കാൻ 2-3 അടി മുന്നോട്ട് വെച്ചേയുള്ളൂ. പെട്ടെന്നൊരു ലോറി വന്ന് ഇടിച്ചു തെറിപ്പിച്ചു. ഹല്ലോ! ആ നിലവിളിയോടെ ഞാൻ തെറിച്ചു വീണു. കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി. ഒന്ന് നിർത്ത്. ആരോ റോട്ടിൽ കിടക്കുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? വേണ്ട ഇക്ക, അത് പിന്നെ പുലിവാലാകും. നമുക്ക് പോകാം. എന്നാലും ഒന്ന് നോക്കിയിട്ട് വരാം. അല്ലാ മോളെ, നെജു ഇങ്ങോട്ട് വാടാ. ഇത് നെജുവാ. വേഗം എടുക്ക്. അടുത്തെവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഡോക്ടർ, വേഗം നോക്ക് പ്ലീസ്. എന്ത് പറ്റിയതാ? ആക്സിഡൻറ്റാ. ഇടിച്ചിട്ടാ വണ്ടി നിർത്താതെ പോയി. ആരാ എന്താണെന്നൊന്നും അറിയാതെ ഞാൻ നോക്കാൻ പറ്റില്ല. എൻ്റെ മോളാ, നോക്കണം. എന്തു വേണേലും ചെയ്യാം. ഞങ്ങൾക്ക് അവളെ തിരിച്ചു തരണം. വേഗം ICUവിലേക്ക് കൊണ്ടുപോകൂ. അരമണിക്കൂറിന് ശേഷം. എന്തായി ഡോക്ടർ? എന്തെങ്കിലും? ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ അടുത്താണ്. ബോധം വന്നാലേ എന്തെങ്കിലും പറയാൻ കഴിയും. ഡോക്ടർ, ആ പേഷ്യൻറ്റിന് ബോധം വന്നിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ? ഡോക്ടർ, എൻ്റെ മോള് ബോധം വന്നിട്ടുണ്ട്. ഒന്നും ഉറപ്പിച്ച് പറയാനായിട്ടില്ല. 2 ആൾക്ക് കയറി കാണാം. അധികം സംസാരിപ്പിക്കേണ്ട. ശരി ഡോക്ടർ. മോളെ നെജു, ഉമ്മ, ഉപ്പ, മാപ്പ്. ഞാൻ ചെയ്ത തെറ്റ് മാപ്പർഹിക്കാത്തതാണെന്നറിയാം. ഈ മോക്ക് മാപ്പാക്കി തരണം. ഒന്നുമില്ല, നീ അധികം സംസാരിക്കണ്ട. ഞങ്ങൾക്കൊരു ദേഷ്യവുമില്ല. ഉമ്മ, മാപ്പ്, മാപ്പ്, മാപ്പ്. മോളെ കണ്ണു തുറക്കും മോളെ. ഡോക്ടർ, ഒന്ന് വേഗം വരൂ. നിങ്ങളെല്ലാം ഒന്ന് പുറത്തു നിൽക്കേ, ഞാനൊന്ന് നോക്കട്ടെ. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടറിൻ്റെ മുഖമൊക്കെ മാറിയിട്ടുണ്ട്. ഡോക്ടർ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ വിധി തടുക്കാൻ കഴിയില്ലല്ലോ. മോളെ നെജു. പല പ്രണയങ്ങളും കണ്ണടച്ച് വിശ്വസിക്കുമ്പോൾ, അതിനുവേണ്ടി പല ആത്മബന്ധങ്ങളും ഉപേക്ഷിക്കുമ്പോൾ ഒന്നോർക്കുക, ഇന്നത്തെ സമൂഹത്തിൽ പല ചതിക്കുഴികളും ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന്. സൂക്ഷിക്കുക, എങ്കിൽ ദുഃഖിക്കേണ്ടി വരില്ല. എൻ്റെ ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.